ഹായ് സ്റ്റുഡൻസ്, നീറ്റ് പരീക്ഷ ഇങ്ങ് എത്തി നിൽക്കുന്നു. കൃത്യം 5 മാസം കഴിയുമ്പോൾ നിങ്ങൾ നീറ്റ് പരീക്ഷ എഴുതാൻ പോവുകയാണ്. ഒരുപക്ഷെ ആദ്യം പഠിച്ചതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾ പഠനത്തിന് വേണ്ടി ചിലവഴിച്ച ഏറ്റവും പീക്ക് മോഡിൽ തന്നെയാണ് നിങ്ങളെല്ലാവരും എന്ന് എനിക്കറിയാം. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ പഠനത്തിന്റെ സമയം കൂടി വരുമ്പോൾ കുറച്ചെങ്കിലും ഡിസ്ട്രാക്റ്റഡ് ആകാനും ഇടയ്ക്കെങ്കിലും ഒക്കെ ഒന്ന് ബോറടിക്കാനും സാധ്യതയുണ്ട്. മാത്രമല്ല, ക്രിസ്മസ് വെക്കേഷനൊക്കെ വരുവാണ്. അപ്പോൾ വെക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ ത്രൂ ഔട്ട് വീട്ടിലിരുന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ പഠിക്കണം എന്നൊക്കെ കരുതുന്നവരാണ്. ഡെഫിനറ്റായിട്ടും 1 മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാതെ പഠിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യവുമാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇടയ്ക്കെങ്കിലും ഒക്കെ ഒന്ന് ബോറടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് താണു പോകുന്നതായിട്ട് ഫീൽ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അവിടെ ഒട്ടും ബോറടി ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെ ഇരുന്ന് പഠിക്കാമെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സിസ്റ്റം എന്തായാലും കുറച്ചൊന്ന് ഫെറ്റീഗ്ഡ് ആകും, ഒരു തളർച്ച വരും അല്ലേ, നമ്മുടെ ബ്രെയിൻ സെല്ലുകൾക്ക് പ്രത്യേകിച്ച്. അപ്പം നമ്മൾ ഫിസിക്സോ കെമിസ്ട്രിയോ ബോട്ടണിയോ സുവോളജിയോ എന്ത് തന്നെ പഠിച്ചാലും 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിന് പകരം അതിനെ ചെറിയ ചെറിയ സെഷനുകളായി തിരിക്കാം. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് ഫിസിക്സ് ആണെങ്കിൽ ആ ഫിസിക്സ് കൃത്യം 45 മിനിറ്റിൽ അല്ലെങ്കിൽ 30 മിനിറ്റിൽ അതൊന്ന് നിർത്തിവെക്കാൻ ശ്രമിക്കും. ഈ 30 മിനിറ്റ് 45 മിനിറ്റ് കഴിയുമ്പോൾ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിലേക്ക് ഒന്ന് കടക്കും. ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന ഫ്രണ്ടിനോട് സംസാരിക്കാം, അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ പാട്ട് കേൾക്കാം, നിങ്ങൾക്ക് വരയ്ക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വരയ്ക്കാം, അതല്ല മറ്റേതെങ്കിലും ആക്ടിവിറ്റി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് ചെയ്യാം. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5 മിനിറ്റിൽ കൂടുതൽ ആ ഗ്യാപ്പ് നീളരുത്. കാരണം ഇപ്പോൾ നമ്മൾ വളരെ കുറച്ച് സമയമേ പഠിച്ചിട്ടുള്ളൂ. ഇനി നോക്കൂ, അടുത്ത 45 മിനിറ്റ് നിങ്ങൾ പഠിക്കുന്നത് ഒരു സബ്ജക്റ്റ് മാറ്റി പഠിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, 45 മിനിറ്റ് കൊണ്ട് ഫിസിക്സ് പഠിച്ചിട്ട് എങ്ങും എത്തിയില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ കെമിസ്ട്രിയിലേക്ക് പോകുമെന്ന്. അത്ര ബുദ്ധിമുട്ട് തോന്നുന്നവർ മാത്രം സബ്ജക്റ്റ് മാറ്റാതെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഓരോ 45 മിനിറ്റിന് ശേഷവും നിങ്ങൾ കൃത്യമായിട്ട് സബ്ജക്റ്റ്, ടോപ്പിക് അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആ പഠിക്കുന്ന കണ്ടന്റെങ്കിലും മാറ്റി മാറ്റി ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇപ്പോൾ ഫിസിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ കൂടി ആദ്യത്തെ 45 മിനിറ്റിൽ നിങ്ങൾ തിയറിയാണ് പഠിച്ചതെങ്കിൽ അടുത്ത 45 മിനിറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. തുടർച്ചയായി ചെയ്യുന്ന വർക്കുകളാണ് നമ്മളിൽ കുറച്ചെങ്കിലും ബോറടി ഉണ്ടാക്കുന്നതും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാൽ പോലും നമ്മൾ അറിയാതെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായി അതിൽ നിന്നും തെന്നി മാറുന്നതും. ഞാൻ ഒരു ദിവസം 14 മണിക്കൂർ അല്ലെങ്കിൽ 16 മണിക്കൂർ പഠിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് മാർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നിടത്ത് ഈ ഒരു ഇഫക്റ്റീവ് സ്റ്റഡിയുടെ കുറവ് കൃത്യമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ തീരുമാനിക്കുന്ന കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇൻ ബിറ്റ്വീൻ ഷോർട്ട് ബ്രേക്സ് എടുത്ത് തന്നെ പോകണം. ഓരോ ബ്രേക്കിലും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോംപ്ലിമെന്റുകൾ മറ്റൊരിടത്തു നിന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയുകയും വേണം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ പഠിക്കാനിരിക്കുന്ന ആംബിയൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രത്യേകിച്ചും വീട്ടിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഹോസ്റ്റൽ മുറിയിലാണെങ്കിൽ പോലും നമ്മൾ മേശപ്പുറത്തിരുന്ന് പഠിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കട്ടിൽ പോയി കിടന്ന് പഠിക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു സോഫയിലിരുന്ന് പഠിക്കും. ഇങ്ങനെ നമ്മുടെ ലൊക്കേഷൻ, നമ്മൾ പഠിക്കുന്ന സ്ഥലം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇതും ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ട്രിഗറാണ്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനിരിക്കുമ്പോൾ എപ്പോഴും ഒരു കൃത്യസ്ഥലം കീപ്പ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് വീട്ടിലെ പോലുള്ള സൗകര്യം ഹോസ്റ്റലിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റഡി ടേബിളിൽ എപ്പോഴും അങ്ങനെ ഇരുന്ന് പഠിക്കാൻ താല്പര്യമില്ലാത്തവർ അത്യാവശ്യം ഒരു ലാമ്പെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി കരുതണം. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ആ ലാമ്പ് ഓൺ ചെയ്യുകയും പഠിച്ചു കഴിഞ്ഞ് മറ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകുമ്പോൾ ആ ലാമ്പ് ഓഫ് ചെയ്യുകയും വേണം. അപ്പം നമ്മുടെ സിസ്റ്റം തന്നെ ഈ ലാമ്പ് ഓൺ ചെയ്യുമ്പോഴേക്കും യെസ്, ഇതെൻ്റെ സ്റ്റഡി ടൈമാണ്, ഞാനിതാ പഠിക്കാൻ ഒരുങ്ങുകയാണ് എന്നൊരു ബോധം നമ്മുടെ ന്യൂറോൺസിന് കൊടുക്കും. അത് തന്നെ ഒരു ട്രിഗറാണ്. നമ്മളെപ്പോഴും നമ്മുടെ ട്രിഗർ ഫാക്ടേഴ്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കട്ടിൽ കിടന്ന് പഠിക്കുമ്പോൾ, നമുക്ക് കട്ടിലെന്ന് പറയുന്നത് ശരിക്കും കിടക്കാനുള്ളൊരു സ്ഥലമാണ് അല്ലേ. നമ്മുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും മേശപ്പുറത്ത് പുസ്തകം വെച്ച് പഠിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ കട്ടിലേക്ക് മാറുകയാണ്. അപ്പോൾ സിസ്റ്റം തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇത് കട്ടിൽ കിടക്കാനുള്ളതാണോ അല്ലെങ്കിൽ പഠിക്കാനുള്ളതാണോ, എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഒരു സ്ഥലം ചിട്ടപ്പെടുത്തി പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് പഠനത്തിന് മാത്രം ഉപയോഗിക്കുന്ന എന്തെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലാമ്പെങ്കിലും നിങ്ങൾ അതിനുവേണ്ടി മാത്രം ഉപയോഗിച്ച് അതില്ലാത്തപ്പോൾ മാറ്റിവെക്കണം. അത് സിസ്റ്റത്തിന് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് സ്റ്റിമുലസ് സയന്റിഫിക് ആയിട്ട് സൈക്കോളജിസ്റ്റുകൾ തെളിയിച്ചിട്ടുള്ളതാണ്.
ഇനി കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് പഠിക്കേണ്ടി വരുമ്പോൾ, പ്രത്യേകിച്ചും ബയോളജി, റിപ്പീറ്റഡ് ആയിട്ട് ഒരു സെന്റൻസ് തന്നെ എത്രയോ പ്രാവശ്യം നിങ്ങൾ വായിക്കുന്നു, ഒരു ചാപ്റ്റർ തന്നെ എത്രയോ പ്രാവശ്യം വായിക്കുന്നു. ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം റിപ്പീറ്റഡ് അണ്ടർലൈനിങ് ആണ്. റിപ്പീറ്റഡ് അണ്ടർലൈനിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ടാകാം, ഒരു സാധനത്തിന് എങ്ങനെയാണ് 2 or 3 പ്രാവശ്യം അണ്ടർലൈൻ ചെയ്യുന്നതെന്ന്. നോക്കൂ, ആദ്യത്തെ പ്രാവശ്യം നിങ്ങളൊരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നിങ്ങളൊരു പെൻസിൽ വെച്ചിട്ട് അതൊന്ന് മാർക്ക് ചെയ്തു പോകും. അടുത്ത പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ ഈ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തതിൽ തന്നെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മറ്റേതെങ്കിലും കളർ പേന കൊണ്ട് മാർക്ക് ചെയ്യൂ. ഇപ്പോൾ നിങ്ങൾ നീല പേനയാണ് ഉപയോഗിച്ചതെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നീല പേന കൊണ്ട് എന്താണോ വരയിട്ട് വെച്ചിരിക്കുന്നത് അതിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് നിങ്ങളൊരു റെഡ് കളർ പേന വെച്ചോ ഒരു ഹൈലൈറ്റർ കൊണ്ടോ മാർക്ക് ചെയ്യൂ. ചുരുക്കം പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും നിങ്ങൾ വായിച്ചു പോകുന്നതിനനുസരിച്ച് റിപ്പീറ്റഡ് ടൈംസിൽ പല മഷികൾ കൊണ്ട് അണ്ടർലൈൻ ചെയ്യുകയും നിങ്ങൾക്ക് തന്നെ ആ ചാപ്റ്ററിൽ പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതിന് കുറച്ചുകൂടെ ഒരു ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നീല മഷി കൊണ്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചുമന്ന മഷിയിലേക്ക് അല്ലെങ്കിൽ ഹൈലൈറ്ററിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഏറ്റവും കീ പോയിന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ഒറ്റ വായനയിൽ തന്നെ, ഒറ്റ ലുക്കിൽ തന്നെ ആ ചാപ്റ്ററിൽ, ആ കണ്ടന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നും എന്തിനാണ് മാക്സിമം പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. സോ റിപ്പീറ്റഡ് അണ്ടർലൈനിങ്, കൃത്യമായ പൊസിഷൻ കീപ്പ് ചെയ്യൽ, അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് എടുത്ത് പഠിക്കൽ, സെൽഫ് മോട്ടിവേഷൻ, ഇത്രയും കാര്യങ്ങളാകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ സമയത്ത് തന്നെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിനെ കയ്യിലൊതുക്കാൻ പറ്റും. ഇനി മറ്റൊരു ടിപ്പുമായി അടുത്ത ദിവസം കാണാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.